ഹേ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു A4 സൈസ് ഫോട്ടോ വരയ്ക്കാനുള്ള റെഡിയാണ്. അപ്പോൾ സ്കെച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും. താഴേക്ക് 14 കളങ്ങളുണ്ട്, സൈഡിലേക്കാണെങ്കിൽ 20 കളങ്ങളും ഉണ്ട്. അത് ക്രോസ് ആക്കിയാണ് വരച്ചേക്കുന്നത്. നോക്കി മനസ്സിലാവും. ഒരു ബോക്സ് കണ്ടില്ലേ, ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ക്രോസ് ആയിട്ടാണ് വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചില വരയ്ക്കാൻ കിട്ടാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. അത് ഈ കണ്ണിൻ്റെ ഈ ഭാഗമൊക്കെ നമുക്ക് വരയ്ക്കുമ്പോൾ കുറച്ചൊരു സ്കെച്ചിൽ വരുമ്പോൾ മാറ്റം വരും. അപ്പോൾ ഇതേപോലെ ക്രോസ് ആക്കി വരയ്ക്കുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. അതുപോലെ കണ്ണ്, ഈ പല്ലിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഫോട്ടോയൊക്കെ ആകുമ്പോൾ നല്ല പണിയായിരിക്കും. അപ്പോൾ കറക്റ്റ് അതുപോലെ നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ്, ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കണ്ണ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, കണ്ണ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തത് 2B, അതുപോലെ പിന്നെ 4B, പിന്നെ കുറച്ച് ഡാർക്ക് വേണ്ടിയിട്ട് 6B 8B ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡാർക്ക് കൂടിയും കുറഞ്ഞ് നോക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി. കാരണം ഫോട്ടോയിൽ എന്താണ് കാണിക്കുന്നത് അത് നേരെ നോക്കി കോപ്പി ചെയ്യുക. അതാണ് മെയിൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ കാണുന്ന ഒരു ഫോട്ടോയിനെ അത് നമ്മൾ വേറൊരു പേപ്പറിലേക്ക് കോപ്പി ചെയ്യുക. അതാണ് നമ്മുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്, ഒരു ഫോട്ടോയിനെ വേറൊരു പേപ്പറിലേക്ക് കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മളത് മാക്സിമം മനോഹരമായിട്ട് ചെയ്യാൻ നോക്കുക. ടൈം എടുത്തായാലും ചെയ്യുവാണെങ്കിൽ അത്രത്തോളം ബെറ്ററായി കിട്ടും. നമ്മൾ ഓടിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ നമ്മൾ ടൈം എടുത്ത് ചെയ്യുവാണെങ്കിൽ അത്രത്തോളം സംഭവം സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിനി ബാക്കി ഇതിൻ്റെ ഫോട്ടോൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി കൺപീലി വരയ്ക്കണം, അതുപോലെ പിരുകം വരയ്ക്കണം, മൂക്ക്, ഫേസ്, പിന്നെ ഫേസിൽ കുറേ ഹൈലൈറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് ക്ലിയർ ആക്കി എടുക്കണം. പിന്നെ പല്ല്, അതിന് മൊത്തം വരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് പിരുകം കേട്ടോ. പിരുകം വരയ്ക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്ത മെത്തേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഫോട്ടോയിലുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളത് ആദ്യം ലൈറ്റായിട്ട് മൊത്തത്തിൽ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. നൈസായിട്ടൊന്ന്, അതായത് 2H കൊണ്ട് നൈസായിട്ട് ഷെയ്ഡ് ചെയ്യാം. 2 പിരുകൊന്ന് നൈസായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം. കാരണം അമർത്തി പിടിക്കണ്ട, നൈസായിട്ടൊരു ഷെയ്ഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ പൊക്കത്തൂടെ ആ ഫോട്ടോയിൽ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡാർക്ക്, ഈ സെൻറ്റർ പോർഷനുകളൊക്കെ ഡാർക്ക് കുറച്ച് കൂടുതലാണ് വരുന്നത് ഐബ്രോയ്ക്ക്. അപ്പോൾ കുറച്ച് ഡാർക്ക് കൂട്ടി കൊടുക്കുക. ഈ സെൻറ്റർ പോർഷനുകളിൽ രണ്ടിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഡാർക്ക് ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ആ ഫോട്ടോയ്ക്കകത്തുള്ള പിരുക കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കുള്ള പിരുക വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇഴകൾ ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പിരികുള്ള ഫോട്ടോയാണ്. അതായത് ഇവിടെ ലൈറ്റും ഇവിടെ ഡാർക്ക് കുറച്ച് കൂടുതലുള്ള ഐബ്രോസാണ് ഉള്ളത്. അപ്പം നോക്കിയിട്ട് തന്നെ കൊടുക്കുക. ഇനി കുറച്ചുകൂടെ ഡാർക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ പെൻസിൽ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വല്ല 6B കൊണ്ട് കുറച്ചൊരു ഡാർക്ക് കൂട്ടി കൊടുക്കുക. പിന്നെ അടുത്ത് നമുക്ക് മൂക്ക് വരയ്ക്കാം. നമ്മൾ അടുത്ത് വരയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ ഈ ഭാഗവും ഈ 2 കണ്ണിൻ്റെ ഭാഗം ഷെയ്ഡിങ് വരയ്ക്കാൻ പോകുന്നത് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വരയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് വരച്ചിട്ട് പിന്നെ നെറ്റി, പിന്നെ മൂക്ക്, അങ്ങനെ ചുണ്ട്, പിന്നെ ഹെയർ, പിന്നെ താടി, അങ്ങനെയാണ് ഞാൻ വരച്ച് പോകാറ്. ചില ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ വരച്ചിട്ട് പിന്നെ അവസാനം കണ്ണെടുക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഫേസ് വരച്ചിട്ട് അവസാനം കണ്ണെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്, പല ടൈപ്പ് ആൾക്കാരുണ്ട്, പല രീതിക്ക് ആൾക്കാർ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ വരയ്ക്കുക. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ണിന് ജീവൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കി സംഭവം സെറ്റായി കിട്ടും. കണ്ണിന് ജീവൻ സെറ്റാവുന്നില്ലെങ്കിൽ ആ ഫോട്ടോ എത്ര വരച്ചാലും ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ ഭാഗങ്ങൾ ഷെയ്ഡ് ചേർക്കാം. ഇപ്പോൾ ഫേസൊക്കെ ഷെയ്ഡ് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പെൻസിൽ ഇങ്ങനെ ചെരിച്ചു പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്താൽ മതി. കാരണം കട്ടിക്ക് അമർത്തി പിടിച്ചാക്കേണ്ടേക്കാട്ടും ബെറ്റർ ഇങ്ങനെ നൈസായിട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് സെറ്റായി കിട്ടുന്നതായിരിക്കും. ഒരു ഡാർക്കൊക്കെ കൂട്ടണമെങ്കിൽ കുറച്ചൊന്ന് കട്ടി കൂട്ടി പിടിക്കുക, കുറയ്ക്കണമെങ്കിൽ ലൈറ്റായിട്ട് പിടിക്കുക. എന്നിട്ട് അവസാനം നമ്മുടെ ബ്രഷും കൊണ്ടൊന്ന്